Kerala? Yeah. ബിസിനസ് നമ്മൾ തോറ്റുപോയാലും ബട്ട് വി ഗെറ്റ് മോർ എക്സ്പീരിയൻസ്. അതിപ്പോ നമുക്ക് ഒരു പൈസ കൊടുത്താലും കിട്ടാത്ത തരത്തിലുള്ള എക്സ്പീരിയൻസും സമയവും ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നുണ്ട്. ആണോ ഇതെന്തോ നമ്മളാ ഞങ്ങള് ഇന്ന് പോവാണ്. ഇത് ഞങ്ങൾ 5ാമത്തെ ദിവസമാണ് ഗോവയിലത്തെ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ ഡേ 3 അങ്ങനെ എന്താ പറഞ്ഞത് കുഴപ്പമില്ല. മനസ്സിലാവില്ല. ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് ഇവിടെ ഒരു 100 റുപ്യ 900 ഇന്നും കൂടി ഇവിടെ റൂം എടുക്കുകയാണെങ്കിൽ 900 തരാന്നാ പറഞ്ഞത്. ബട്ട് ഇന്ന് നമ്മൾ എടുക്കില്ലല്ലോ. നമ്മള് പോവാണ് ഇന്ന്. പാഞ്ചിമല്ലേ പോകുന്നത്? പാഞ്ചിമാണ് ഈ ഗോവന്റെ സെന്റർ എന്നൊക്കെ പറയുന്നത്. പനാജിയാണ് പാഞ്ചിം. അവിടെ ആകുമ്പോ നമുക്ക് എല്ലായിടത്തും കണക്ട് ചെയ്യാൻ ഏറ്റവും സുഖമാണ്. അവിടെ കുറച്ച് ബീച്ചസും ഉണ്ട്. പോയി ബട്ട് ഇനി അവിടെ പോയി എടുത്തിട്ട് പിന്നെ അവിടെ പറഞ്ഞ ഫെസ്റ്റ് നടക്കുന്ന അവിടെയാണ് ഗോവന്റെ ക്യാപ്റ്റൻ ഫെസ്റ്റ്. ഓക്കെ, അപ്പൊ അങ്ങോട്ട് പോവാണ് കേട്ടോ. പാഞ്ചിമില് ബസ് ഇറങ്ങി. പാഞ്ചിം ബസ് സ്റ്റാൻഡ്. ഇവിടെ ഇനി റൂം തപ്പണം. നല്ല റൂം ഏതാ കിട്ടുമെന്ന് നോക്കട്ടെ. അയ്യോ ഭയ്യ, വീണ്ടും പാഞ്ചിമിൽ ഇവിടെയാണ് നമ്മൾ കേരള സ്റ്റോറിന്റെ ഫസ്റ്റ് നമ്മളന്ന് മീറ്റ് ചെയ്ത്. പാഞ്ചിമാട് ഞാൻ പറഞ്ഞ സെന്റർ. ഇനിയിപ്പോ ഇവിടെ റൂം നോക്കണം, റൂം തപ്പുക, അതൊക്കെയാണ് മെയിൻ ലക്ഷ്യം. എന്നിട്ട് ഇവിടെ നെറ്റ്സിന്റെ ആൾക്കാരെ കിട്ടണം. ഇനിയിപ്പോ കാശ്മീരിന്റെ ആൾക്കാരെ കിട്ടണ വരെ പൈസ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്ര നല്ല ഫോറിനേഴ്സ് എല്ലാവരും വരുന്നുണ്ടെങ്കിലും 5 പൈസന്റെ വൃത്തിയില്ല. ഇന്നത്തെ ഇതിന് സെയിലിന് വേണ്ടി പോവാണ്. ഇന്ന് കുറച്ചേരം ഉറങ്ങിപ്പോയി. ഇന്നലെ ഉച്ചയ്ക്ക് ഇറങ്ങിയോണ്ട് തോന്നുന്നു ഭയങ്കര ടയേർഡാണ് എല്ലാവരും. തലവേദനയുണ്ട്. അതുപോലെ തന്നെ ബ്രൗസർ ഉണ്ടാക്കി കൊടുക്കാണ്. അതുപോലെ കുറച്ച് പേര് ബൾക്ക് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു കാറ്റലോഗ് അയച്ചു കൊടുക്കാണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പണിയിലാണ്. നല്ലോണം ഉറങ്ങിയും പോയി. ഇവിടെ ഒന്ന് മാർക്കറ്റിലൊന്ന് ജസ്റ്റ് ഇറങ്ങാം, ഒരു ചായ കുടിച്ച് തലവേദനയൊക്കെ ഒന്ന് കൂട്ടി ഞാൻ കയറണമെന്ന്. നാളെ രാവിലെ തന്നെ എന്നിട്ട് ഫാമേഴ്സിനെ കാണാൻ പോകണം. മറ്റന്നാളത്തെ പ്രോഗ്രാമിനുള്ളത് സെറ്റാക്കണം. ഓക്കെ, ചായ പിടിക്കാൻ വേണ്ടി കയറാണ്. നല്ല ബടാപ്പാവും ഉണ്ട്, സമൂസ ഉണ്ട്. നോർത്തിന്റെ മെയിൻ സാധനമാണ്. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. ഗൈസ്, മാർക്കറ്റ് ഈ സൈഡ് ആണ് അഞ്ചിത്തെ. നല്ല രസമുള്ള പാലം ഗൈസ്. റോഡ് സൈഡിൽ അമ്പലം. ഇവിടെ നല്ല ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരു ഫോർട്ട് കൊച്ചി പോലുള്ള. നമ്മൾ ഗോവയിൽ വന്നതിന് ശേഷം ഫസ്റ്റ് കണ്ട പെട്രോൾ പമ്പ് ആണല്ലോ സിപ്പിന്റെ. വേറെ പെട്രോൾ പമ്പ് ഒന്നും നമ്മൾ ഇതുവരെ കണ്ടില്ലല്ലോ. എന്താ റേറ്റ്? 88 റുപ്യ. 88 റുപ്യ. 96.4. 10 റുപ്യന്റെ വ്യത്യാസല്ലേ? പുള്ളി സ്റ്റിക്കർ അടിച്ചതാ ക്രിസ്റ്റ. ഏതോ ഞാൻ കണ്ടുകിടി. ഇതില് മറ്റവരാണോ? ഏത് നമ്മള് ഫോട്ടോ വെച്ച് കഴിവല്ലേ മൊത്തം. ഒരു ക്യൂട്ട് കഫേയില് കയറിയായിരുന്നു. അത് പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണെങ്കിൽ അവര് പർച്ചേസ് ചെയ്യും. വേറെ വണ്ടി തിന്നാ വന്നു. Kerala?
ഗൈസ് അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കണ്ടപ്പോൾ ഇങ്ങനെ കയറുകയാണ്. ഇത് എവിടെ വരെ ഉണ്ടാവും എനിക്കറിയില്ല. മോർ ദാൻ ടു കൊള്ളാട്ടോ സംഭവം. ഇത് ഗോവയിലെ മറ്റേ പള്ളിയില്ലേ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ഇരുന്ന് വെള്ളം കുടിക്കും. ഇതിലും പ്രൈമാണ് ഇവിടെ. അപ്പൊ നമ്മള് ബാഗ് സ്റ്റിച്ച് ചെയ്യാൻ വന്നിക്കാണ്. അപ്പൊ നമുക്ക് ഇവിടെ ചോദിച്ചു നോക്കാം. എടാ ബാഗ് സ്റ്റിച്ചിങ് കിത്തന? സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. ആ जिनको मारना है तो मारते जाना यार मशीन पे सिलाई मारना है तो मारते जाना इधर कट करेगा पहले ये ऊपर डालेगा चलेगा मार से ये जस्ट के ना ऊपर से आएगा हां स्टिच ऊपर से आएगा मोड़ കൂടെ സ്റ്റിച്ച് വരും അല്ലെങ്കിൽ ഇവിടെ किधर सब से मशीन से तो चाहिए तो मार के वीडियो एडिटर ये हमारा प्रोडक्ट है अच्छा वाला काली मिर्च. ये केरला से आ गई. കേരള എന്നൊക്കെ പറയുമ്പോ തന്നെ ആട്ടി വിടുകയാണ്. ഓരോ പൈസ ഓൺലി 200 हमारा पास. അടിപൊളി ഫ്രെയിമാട്ടോ. ഞങ്ങളപ്പോ ഉള്ളത് പാഞ്ചി മാർക്കറ്റിലാണ്. മുനിസിപ്പൽ മാർക്കറ്റ്. കൊള്ളാം. ഭയങ്കര റഷ് ഒന്നുമില്ല, പക്ഷെ നല്ല ആൾക്കാരുണ്ട്. ഈവനിങ് ആയിട്ടേക്ക് റഷ് കുറവ്. എന്റെ ബാഗ് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. നല്ലത് ഷോപ്പ് ഇട്ട് നോക്കട്ടെ. ഇതാണ് പാഞ്ചിമിലെ മുനിസിപ്പൽ മാർക്കറ്റ്. ഇങ്ങനത്തെ ലോക്കൽ ഷോപ്സും ഹോട്ടൽസ് എല്ലാം ഉണ്ട്. മാർക്കറ്റ് സ്റ്റിച്ച് ചെയ്താടാ. സ്റ്റിച്ചിങ് ചെയ്താ അവിടെ മൊത്തം. ഇത് എൻഡിങ്ങാ. അപ്പൊ ഇവിടെ ഡ്രസ് സ്റ്റിച്ച് ചെയ്തില്ല. അടിപൊളി മാർക്കറ്റ് അല്ലേ. പച്ചക്കറി എല്ലാം. ഇത് അടിപൊളി ഇട്ടോ. ഇതൊരു അടിപൊളി മാർക്കറ്റാണ്. നല്ല രസമുണ്ട് കാണാൻ. നല്ല വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എല്ലാം ആയിട്ട്. ഇതുണ്ട്. ബാഗ് സ്റ്റിച്ചിങ്. ബാഗ് स्टिचिंग पक्का फिनिशिंग है ये बैग के दूसरा കുറെ വർഷം പഴക്കമുള്ള ബാഗാ. ഇതൊന്ന് മാറ്റണ്ടേ? അതിലെ ഒരു ഓൺട്രപ്രണർ അല്ലേ മാറ്റണം ഇൻഷാല്ലാ. അത് എനിക്ക് മാമ വാങ്ങി തന്നിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഗോവയ്ക്ക് വന്നിരുന്നു. ആ സമയത്ത് അവന്റെ ഓർമ്മക്ക് വേണ്ടിട്ട് ഇപ്പോഴും മാമന്റെ ഓർമ്മക്കൊന്നല്ല, മാമ യൂസ് ചെയ്തിരുന്ന ബാങ്ക്. മാമ വാങ്ങി തന്നതല്ല. പിന്നെ അതന്നെ യൂസ് ചെയ്ത്. പിന്നെ വേറെ ഒന്നും വാങ്ങിയില്ല. വാങ്ങാം ഇൻഷാല്ലാ. സമയമുണ്ട്. നമ്മൾ താഴോട്ടൊന്ന് ഇറങ്ങി നോക്കിയാലോ. കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എന്തെങ്കിലും വാങ്ങിയാലോ. അങ്ങോട്ട് പോയോ? മലബാർ 800 kg അങ്ങനാ 12 പീസിന് 800 രൂപ. എന്താ എന്ത് വില? സ്വർണ്ണ വാങ്ങാനൊക്കെ നല്ല കണ്ടിട്ട് നല്ല ഇതൊക്കെ പൂവോ നല്ല എല്ലാ സെറ്റ് കിട്ടും. തക്കാളില്ലേ? ഇതെന്തായിട്ടോ? കൊടംപുളിയോ? കൊടംപുളി തോന്നുന്നു. കൊടംപുളി ഓണത്തിന് പൂക്കളിട്ട് നോക്കാൻ ഓർമ്മല്ലേ? അതേ സ്മെല്ല്. ഓണത്തിന് പൂക്കളിടുമ്പോ സെയിം സ്മെല്ലല്ല ഉണ്ടാകും. ഇതേ പൂക്കളം അവിടെ ഉണ്ടാകും. ഇപ്പൊ ഗോവയിലെ ഈ ഒരു മാർക്കറ്റ് കണ്ട് ഞങ്ങൾ തിരിക്കുകയാണ്. അടിപൊളി മാർക്കറ്റ് കിട്ടും, ഒരു രക്ഷയില്ല. പള്ളി പോണ്ടേ? ലൊക്കേഷൻ ആദ്യമായിട്ടോ ഒരു പള്ളി കിട്ടണേ. ലൊക്കേഷൻ ഇവിടെ അടുത്ത് കിട്ടുന്ന സൈസില്
ഒരു കല്യാണ വീട്ടിൽ ഇടും ആണോ ഇതെന്തുവാ മാങ്ങയാണെങ്കിലും ഫുള്ള് ഹൈ ക്വാളിറ്റി സാധനം നമ്മളെ നാട്ടില് കൊണ്ടുവരണ ആണിപ്പൂനാ ഇത് പിന്നെ നമ്മളെ നാട്ടാട്ടോ സെറ്റ്. ഇത് ഗോവയിലെ ഫിഷ് മാർക്കറ്റ് കാണിച്ചതാ. ഉള്ള അമ്മച്ചിമാരാണല്ലോ ഇവിടെ. ഇവിടെ നടക്കാൻ പറ്റില്ല. അല്ല ഏറ്റവും നല്ല തിളക്കാണ് ഷാർക്കാ. പക്ഷെ ഇത് ഗർഭിണിയാണ് തോന്നുന്നത്. ഗർഭിണി എത്ര ചെറുപ്പത്തിലോ ബേബി ഷാർക്ക്. 300 रुपया. ഗൈസ് ഈ ഏരിയ എന്ന് പറഞ്ഞാല് ഫോറിനേഴ്സ് ഒന്നുമില്ല, പക്ഷെ ഇവിടുത്തെ കുറച്ച് VIP ടീംസ് ഒക്കെ ഉണ്ടാവുന്ന ഏരിയ ആണ്. അതായത് ഗോവത്തെ സിറ്റിസൺസ് കൂടുതൽ ഉണ്ടാവുന്ന ഏരിയ ആണിത്. നല്ല ഹോട്ടൽസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അഫോർഡബിൾ റേറ്റ് ആണ് ഇവിടെ എല്ലാ സാധനത്തിനും. നമ്മളെ നാട്ടിൽ തന്നെ കാട്ടി വില കുറവാ തോന്നുന്നുണ്ട്. വലിയ മാർക്കറ്റ്. ഫൈൻ. ഇപ്പൊ നമുക്ക് പള്ളിക്ക് പോവാ. ഓ ശാബുത്തങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ ഗോവയിൽ ശാബുത്തങ്ങൾ ഗൈസ്. ഉസ്താമാരെ കണ്ടു. ഉസ്താമാരെ ചോദിച്ചോ പോകേണ്ടി വരുമോ. പള്ളി ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ എന്ന് പറഞ്ഞേ. ഇവര് പോണം ഇങ്ങോട്ട് വേടാ. ഇതിൽ ഇങ്ങോട്ടേക്കോ. ഫസ്റ്റ് ഫ്ലോറിൽ എന്നല്ല പറഞ്ഞേ ഗൈസ്. പള്ളി പോകാനോട് ലിഫ്റ്റ് കയറണം. ഇല്ല വേഗത്തെ നടക്കണം ഫസ്റ്റ്. മണ്ണ ഇതറിയില്ലല്ലേ, ഈ സെറ്റപ്പ് ഒന്നും അറിയില്ലല്ലേ. ഓക്കെ സെറ്റപ്പാണ്. ഫസ്റ്റ് ഫ്ലോറെത്തി. മാഷാ ക്യാപ്റ്റനെ നോക്കിയിരിക്കാണ്. അങ്ങനല്ല എന്ന് പറയുമ്പോ ഞാന് ഇപ്പോ നല്ല ടയർഡായി. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ടിങ് സ്റ്റേജില് ഇപ്പൊ വെറുതെ ആണെങ്കിലും നിങ്ങൾ പാർട്ട്നേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാരും കൂടി ഒരുമിച്ച് കൂടുതൽ സ്റ്റേ ചെയ്യാൻ നോക്കുക. ബിക്കോസ് ആ സമയത്ത് നമുക്ക് കൂടുതൽ ഐഡിയാസ് വരും. കൂടുതൽ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ ഒരു കണക്ഷൻസ് വരും. അങ്ങനെ നിങ്ങൾക്ക് ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ മേ ബി അത് വളരെ നന്നാവും. പിന്നെ ഇങ്ങനത്തെ സ്ഥലത്ത് പോയിട്ട് റിലാക്സ് ചെയ്യാൻ നോക്കാം മാക്സിമം. സ്റ്റാർട്ടിങ് സ്റ്റേജ് എല്ലാവർക്കും സ്ട്രഗ്ലിംഗ് ആണ് ഗൈസ്. എത്ര തന്നെ സ്ട്രഗ്ലിംഗ് ഇല്ല പറഞ്ഞാലോ നമ്മൾ ആൾക്കാരെ പിച്ച് ചെയ്യാൻ പോകുമ്പോൾ അവോയ്ഡ് ചെയ്യണത് അങ്ങനെ. പക്ഷെ അത് അതിൻ്റെ ഒരു ഇതിലെടുത്താൽ മതി. ഇന്നല്ലെങ്കിൽ നാളെ മേ ബി എല്ലാം ഓൾ റൈറ്റ്, എല്ലാം നന്നായി നമ്മൾ രക്ഷപ്പെടും എന്ന് വിചാരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സെയില് പോയി ഇവിടുത്തെ നമ്പർ കുറച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നല്ല ടയർഡായിരുന്നു. വൈകുന്നേരം ഇറങ്ങി നിസ്കരിച്ച് ഇവിടെ വന്ന് ഇനിയിപ്പോൾ ഈ കാര്യം നോക്കി ഇങ്ങനെ ഇരിക്കുക. അതിൻ്റെ ഒരു രസമല്ലോ. നമ്മള് ലൈഫിൽ കൂടുതൽ പൈസ ഉണ്ടാക്കാന്നല്ല, നമ്മളെ ടൈം എങ്ങനെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ ഞങ്ങളിപ്പോൾ മേ ബി ഞങ്ങളിപ്പോൾ ഈ ബിസിനസ് നമ്മൾ തോറ്റുപോയാലും ബട്ട് വി ഗെറ്റ് മോർ എക്സ്പീരിയൻസ്. അതിപ്പോൾ നമുക്ക് ഒരു പൈസ കൊടുത്താലും കിട്ടാത്ത തരത്തിലുള്ള എക്സ്പീരിയൻസും സമയവും ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അൽഹംദുലില്ലാ അതന്നെ മതി. നിങ്ങൾ ട്രൈ ചെയ്യുക ഗൈസ്. ട്രൈ ചെയ്യാൻ ആരും മടിക്കരുത്. ഓക്കെ നമുക്ക് ഒരു ദിവസം തന്നെ എത്ര സമയമുണ്ടെന്നൊക്കെ മനസ്സിലാവണം ഇപ്പോഴാണ്. കാരണം നമ്മൾ എന്റർടൈൻ ചെയ്ത് മാത്രം നടക്കുമ്പോൾ നമുക്ക് ഒരു ദിവസത്തിൽ പെട്ടെന്ന് ദിവസം കഴിഞ്ഞു പോകണമെന്ന് തോന്നും. ബട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 4 ദിവസമായിട്ടുള്ളൂ. പക്ഷേ വി ക്യാൻ ഫീൽ ലൈക്ക് നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്ന പോലെ, നമ്മളെപ്പോഴും എൻഗേജ് ആയിരിക്കണം തന്നെ നമുക്ക് കുറേ സമയമുള്ള പോലെ തോന്നുന്നുണ്ട്. അത് സംഭവം 24 മണിക്കൂർ ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം വളരെ ഇനഫാണ്. പക്ഷെ നമ്മൾ വീട്ടിൽ വെറുതെ ഫോണിൽ നോക്കി ഇരിക്കുമ്പോൾ നമുക്ക് നമുക്ക് ആ സമയം മതിയാവൂല. പക്ഷെ ഇപ്പം നമുക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ സമയം കിട്ടുന്നുണ്ട്. പിന്നെ സെയിൽസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് വയ്യാതെ തോന്നി നമ്മൾ റെസ്റ്റ് തന്നെ എടുക്കണം ഗൈസ്. ഞങ്ങൾ വന്ന പാട് ഭയങ്കര ആവേശമായിരുന്നു. കുട്ടികളെ മൊത്തം ഇതാക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ടയർഡായി പോയി. പക്ഷെ അന്ന് റെസ്റ്റ് എടുത്ത് ഒന്ന് ഉറങ്ങി എണീച്ചപ്പോൾ വീണ്ടും നമ്മൾ ഫ്രഷായി. നമ്മൾ ഓവർ സ്ട്രെയിൻ കൊടുക്കേണ്ട കാര്യമല്ല, പക്ഷേ നമ്മൾ ലേസി ആവും ചെയ്യരുത്. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക. പിന്നെ റെസ്റ്റ് എടുക്കണം ഗൈസ്. റെസ്റ്റ് എടുക്കാണ്ട് കൂടുതൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മൾ റെസ്റ്റ് എടുത്ത് നമ്മൾ ഓവർ സ്ട്രെയിൻ കൊടുക്കാണ്ട് പക്ഷെ നമ്മളെ കാര്യങ്ങൾ പക്കയായിട്ട് ചെയ്ത് ഇതാക്കുക. ഇപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ ഒന്ന് ഇരുന്നൊന്ന് റിലാക്സ് ആയപ്പോൾ എന്തോ മനസ്സിന് ഭയങ്കര സുഖം. ഈ സംഭവം ശരിക്കും ഹാപ്പിനെസ് മനസ്സിലാവുക നമ്മൾ കഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ശരിക്കും ചെറിയ കാര്യങ്ങൾ പോലെ നമുക്ക് എൻജോയ് ചെയ്യാനും ചെറിയ കാര്യങ്ങൾ പോലെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഫൈൻ. അങ്ങനെ പറയുമ്പോൾ വിചാരിക്കും നമുക്ക് ഭയങ്കര സംഭവങ്ങളായി. അങ്ങനെ പറയണല്ലോ കേട്ടോ.
ഇപ്പൊ തോന്നുന്ന കാര്യങ്ങൾ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടായിരിക്കും. ഓക്കെ ഓക്കെ ഗൈസ്, ഇനിയിപ്പോ നാളേക്കും പോയി ഫുഡ് കഴിക്കുക, ഇനി നേരെ റൂമിൽ പോവുക, കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാണ്ട് നാളെ റീൽ ഇടാനുള്ള അത് ചെയ്യാ, ഉറങ്ങുക. ആ ഉടുപ്പി താങ്ക് യു. हमेशा नहीं, हम नेपाल का बंदा है इजीली मालूम है ना. कुछ नहीं चाहिए, इधर से जा राइट जा, जो स्टेप बाय स्टेप उडुपी है उसी में तेरे को मच्छी 100-150 में चिकन बिरयानी इतना बेस्ट टेस्टी मिलता है. माँ का താങ്ക് യു. അപ്പൊ ഉടുപ്പിന്നാണ് നല്ല ഫുഡ് കിട്ടാന്നൊക്കെയാണ് ഓര് പറഞ്ഞത്. അയാള് നേപ്പാളിലുള്ളതാണ്, പറ്റിക്കല്ലാന്നൊക്കെ പറഞ്ഞത്. നമ്മൾ ഈ സ്റ്റാർട്ടിങ് സ്റ്റേജിലില്ലേ, നമ്മളെ കയ്യിൽ ഫണ്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ. നമ്മള് ഫണ്ട് വരുന്നുണ്ടല്ലോ വിചാരിച്ചിട്ട് ചറവറ യൂസ് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ അതിൻ്റെതായ ഒരു കണക്കും കാര്യങ്ങളും വെച്ചിട്ട് വേണം ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഫണ്ടൊക്കെ യൂസ് ചെയ്യാൻ. മണി മാനേജ്മെന്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ കയ്യിൽ ഇപ്പൊ ഒരു 1000 രൂപ നമ്മൾ ചെലവാക്കണമെങ്കിൽ നമ്മളെ അക്കൗണ്ടിൽ അതിന്റെ എന്താ ഓക്കെ ഓക്കെ. അപ്പൊ ഉടുപ്പിക്ക് ഫുഡ് കഴിച്ചോട്ടെ. ഇങ്ങനെ നേരെയാണ് നോക്കണം. കൊള്ളാം ഗൈസ്. സ്ലൈസ് 12 രൂപ, വെജ് താലി 100 രൂപ, ഫൈൻ. അപ്പോൾ അല്ലെന്തില്ല നല്ല ഫുഡും കിട്ടി. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത് പറഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിച്ച് നാളെ കാണാം. മൈൻഡപ്പ് ചെയ്യാണ്, ശരിക്കും മൈൻഡപ്പ് ചെയ്യാണ്.